പ്രാർത്ഥിക്കാനുള്ള നല്ല വാക്കുകൾ കർത്താവ് നമുക്ക് പ്രിയമാതാവിൽ കൂടെ നീണ്ട അവസരങ്ങളൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ ഭൂമിയിൽ പാർത്ത് വളരെ പ്രത്യാശയോടെ ആ ജീവിതം അവസാനിപ്പിക്കുവാൻ കർത്താവ് സഹായിച്ചു. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഈ ഭൂമിയിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രേഷ്ഠമായ അനുഭവമാണ് മാതാവ് കാഴ്ചവെച്ചത്. നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, ഇടയ്ക്ക് വെച്ചെങ്ങും ബ്രേക്കായില്ല, ആ വിശ്വാസത്തിന് ത്യാഗം സംഭവിച്ചിട്ടില്ല. എല്ലാം നല്ല വിശ്വാസത്തിന്റെ പോർ പൊരുതി, ഓട്ടം തികച്ച്, വിശ്വാസം കാത്ത് ഞാൻ നീതിയുടെ കിരീടം പ്രാപിപ്പാൻ കർത്താവിന്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടതിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ശേഷമേലത്തെ ഭവനങ്ങൾക്കായിട്ട് കർത്താവിന് സ്തോത്രം. മുണ്ടമ്പാറ ദൈവ സഭയ്ക്ക് ശേഷാൽ ഗുരുതാമണ്ണ ദേശത്തിന് ഒരിക്കലും മറക്കാൻ പറ്റാത്ത കുടുംബമാണ് മേലത്ത് കുടുംബ. ശേഷാല് നമ്മുടെ അമ്മച്ചിക്കായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ കയ്യിലുള്ള ആ ബുക്ക്ലെറ്റിൽ നമ്മൾ ചേറി 85 വയസ്സ് ഈ ഭൂമിയിൽ ജീവിച്ചെങ്കിലും അതിലേറിയ പങ്കും 57 വർഷവും ജീവിച്ചത് ആ മുണ്ടമ്പാറ ദേശത്താണ്. അവിടെ കർത്താവിനെ ആരാധിച്ചു, കർത്താവിനെ അവിടെ സേവിച്ചു. അവിടെ കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയൊക്കെ വളരെ ആത്മാർത്ഥമായി പ്രവർത്തിപ്പാൻ ആ കുടുംബങ്ങൾക്ക് ദൈവം അവസരം കൊടുത്തതിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ചുരുക്കം ചില നാളുകളെയായുള്ള ഇവിടെ പാർക്കാനായിട്ട് തുടങ്ങിയുള്ളെങ്കിലും ആ ഏറിയ പങ്ക് അവിടെ പാർത്ത് കർത്താവിനെ സേവിപ്പാനിടയാക്കിയതിൽ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അവിടെ ശുശ്രൂഷിച്ച കർത്താവിൻ്റെ ദാസന്മാരൊക്കെ ആ കുടുംബത്തിൽ ശേഷാൽ പിതാവിൻ്റെയും മാതാവിൻ്റെയും ഒക്കെ ആ ശുശ്രൂഷകൾ അനുഭവിപ്പാൻ കർത്താവ് കൃപ കൊടുത്തിട്ടുണ്ട്. കർത്താവിൻ്റെ ദാസൻ മാത്യു കോശി പാസ്റ്റർ ഇവിടെ കുടുംബമായിട്ട് വന്നിട്ടുണ്ട്. നീണ്ട 9 വർഷം ആ സഭയിൽ ശുശ്രൂഷിപ്പാൻ അവസരം കർത്താവ് കൊടുത്തു. അതിനുശേഷം ഇപ്പോൾ ഞാനവിടെ ശുശ്രൂഷിക്കുന്നെങ്കിലും ദൈവദാസനൊക്കെ ഒത്തിരി ആ മാതാവിൻ്റെയൊക്കെ ശുശ്രൂഷകൾ ഒരു കർത്തൃദാസൻ എന്ന നിലയിൽ അനുഭവിപ്പാൻ ദൈവദാസൻ മാത്രമല്ല ഇവിടെ ശുശ്രൂഷിച്ച ദൈവദാസന്മാരൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. അതുപോലെ കർത്താവിൻ്റെ നാമത്തെ ദൈവദാസന്മാരെ വളരെ അകമഴിഞ്ഞ് സ്നേഹിക്കുകയും സേവിക്കുകയും അവരെയൊക്കെ ശുശ്രൂഷിക്കുകയും ചെയ്തു. ഈ തരുണത്തിൽ ഞാൻ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യും. കഴിഞ്ഞ ശാരീരികമായിട്ടൊക്കെ ഭാരപ്പെട്ട സമയത്ത് ഞങ്ങൾ കുടുംബമായിട്ട് ഇവിടെ വന്ന് ഒത്തിരി ഞങ്ങൾ സംസാരിച്ച സമയത്തൊക്കെ പറഞ്ഞ ഒരു ഭാഗമുണ്ട്. സ്തോത്രം. മാതാവ് കർത്താവിൻ്റെ ദാസന്മാരുടെയൊക്കെ സ്തോത്രം അവരെ വസ്ത്രങ്ങളൊക്കെ കഴുകി കൊടുത്ത് അത്ര കർത്താവിനെ വളരെ ആത്മാർത്ഥമായിട്ട് സേവിപ്പാനുള്ള ഒരു നല്ല അവസരം കർത്താവ് കൊടുത്തതിൽ ഈ സമയം ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഓർപ്പിച്ചതുപോലെ ഞാൻ എൻ്റെ വാക്കിനെ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. സ്തോത്രം. വളരെ പ്രത്യാശയോടെ ഈ ഭൂമിയിൽ ജീവിപ്പാൻ കർത്താവ് ഭാഗ്യം കൊടുത്തല്ലോ. നമുക്ക് ദുഃഖിക്കേണ്ട യാതൊരു അവസരമില്ല. ഒത്തിരി പ്രത്യാശ, ഒത്തിരി ഓർമ്മ